നാളെ ചെറുതായിട്ടൊരു പണിയെല്ലോണ്ട് ഇന്ന് തിരിച്ച് മംഗലാരത്തേക്ക് പോവാണേ. 3:30 കാട്ടോ ട്രെയിൻ. പക്ഷെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ ഏകദേശം 3:30 ആയിട്ടുണ്ട്. പറപ്പിച്ച് വിടാന്ന് വിചാരിച്ചപ്പോ മുന്നിൽ പോകുന്ന ഈ വണ്ടി സമ്മതിക്കുന്നില്ല ഗൈസ്. അവര് സമ്മതിച്ചാലില്ലെങ്കിലും ട്രെയിനിന് മുന്നേ ഞാൻ എത്തിയിട്ടുണ്ട് കേട്ടോ. ട്രെയിൻ നല്ല ലേറ്റ് ആയിരുന്നു ഗൈസ്. അതുകൊണ്ട് ഞാൻ ഏകദേശം ഒരു അരമണിക്കൂറിന്റെ അടുത്ത് റെയിൽവേ സ്റ്റേഷനിൽ പോസ്റ്റ് ആയിരുന്നേ. ഇതാണ് നമ്മുടെ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷൻ. കഴിഞ്ഞ 10 കൊല്ലത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള സ്ഥലം ഇതാണ്. കൂടെ ആരില്ലാത്തതുകൊണ്ടും നല്ല പോസ്റ്റ് ആയതുകൊണ്ടും എന്റെ ഇപ്പുറത്തിരിക്കുന്ന ആൾക്കാർ പറയുന്ന ഓരോ കഥകൾ ഞാൻ അവരുടെ പോലും പെർമിഷൻ ഇല്ലാണ്ട് കേട്ടോണ്ടിരിക്കുകയായിരുന്നു ഗൈസ്. കഥക്കൊരു ക്ലൈമാക്സ് ആയപ്പോഴേക്കും ട്രെയിൻ വന്നു. ഒരു പടം മൊത്തം കണ്ടിട്ട് അതിന്റെ ക്ലൈമാക്സ് കാണാത്തൊരു അവസ്ഥയായിരുന്നു ഗൈസ് എന്റേത്. എന്നാലും കുഴപ്പമില്ല, എന്തായാലും അത് എന്റർടൈനിങ് ആയിരുന്നു. ആൻഡ് ഫൈനലി മന്ദം മൂവ് ചെയ്ത് നമ്മുടെ ട്രെയിൻ കാസർഗോഡ് എത്തിയിട്ടുണ്ട്. കാസർഗോഡ് കഴിഞ്ഞാൽ പിന്നെ ട്രെയിന് സ്പീഡ് കൂടുവേ. ഇതാണ് നമ്മുടെ നേത്രാവതി പാലം. പണ്ടൊക്കെ ഞാൻ മാംഗ്ലൂർ എത്താനായി മനസ്സിലാക്കുക ഈ ഒരു പാലം കണ്ടിട്ടാണ്. അങ്ങനെ ഫൈനലി ഞാൻ മാംഗ്ലൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. എന്റെ ഫ്രണ്ട്സ് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ അവരിങ്ങനെ ജ്യൂസൊക്കെ കുടിച്ച് വെയിറ്റ് ചെയ്യായിരുന്നു ഗൈസ്. ഇന്ന് എനിക്ക് പോസ്റ്റ് ആവാൻ വിധിക്കപ്പെട്ട ഒരു ദിവസമാണെന്ന് തോന്നുന്നു. ഞാൻ ഇവിടെയും കുറെ നേരം പോസ്റ്റ് ആയേ. അവരെത്താനായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മെല്ലെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയേ. ആൻഡ് മൈ ചെരുപ്പ് ഈസ് ലൈക്ക് നീ ഓടിക്കോ ഞാനിപ്പോ പൊട്ടുന്നു. ചെരുപ്പ് പൊട്ടുമെന്നുള്ള പേടിയുണ്ട് പിന്നെ ഞാൻ എന്റെ നടത്തത്തിന്റെ സ്പീഡ് കുറച്ചു ഗൈസ്. ഇപ്പോഴും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്റെ കട്ട പോസ്റ്റായ കഥയാണ് ഗൈസ്. ഞാൻ എഗെയിൻ ഒരു 15 മിനിറ്റ് നല്ല പോസ്റ്റ് ആയിരുന്നു ഗൈസ്. ഞാൻ ആലിൻ തറയിൽ അവർക്ക് വേണ്ടി കാത്തിരുന്നു. ആൻഡ് ഫൈനലി അവരെത്തിയിട്ടുണ്ട്. 1, 2, 3. അപ്പൊ അത്രയ്ക്കേ ഉള്ളൂ. ബൈ.